ഒന്നുമില്ല കൃഷ്ണേട്ടാ, എല്ലാത്തിന്നും 1-2 രൂപ വെച്ച് കിട്ടും. ഒന്നെങ്കിൽ താൻ അത് കൂട്ട്, ഇല്ലെങ്കിൽ എന്നോട് സംസാരിക്കുക. രണ്ടിലേതേലും ഒന്ന് ചെയ്യും. സ്വന്തമായിട്ട് 10-20 കടയുള്ള ചേട്ടൻ ഇവിടെ വന്നാ സാധനം വാങ്ങിക്കുന്നത്. ചേട്ടൻ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ മിണ്ടിയില്ലെങ്കിൽ എനിക്കില്ലേ കുറച്ചില്. ആഹാ, ഉണ്ണി ഗൾഫിൽ നിന്ന് വന്നു. ആ എന്തുണ്ട്? ബ്രെഡ് തീർന്ന് ബ്രെഡ് ഒരു 3 എണ്ണം വെക്കാം. കിൽക്കുശും ഇല്ല, 2 എണ്ണം വെക്കാം. ബണ്ണും തീർന്ന 3 എണ്ണം വെക്കട്ടെ. എടാ ബണ്ണ് 2 എണ്ണം മതി, പോക്കോറാ. എടാ പോയി എടുക്കാം. എടാ നിനക്ക് ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ഉള്ളതില്ലയോ, ഇതും കൂടെ വരുത്തി വെക്കണ്ട. മോനെ, പ്രമാണം അങ്ങേരുടെ അടുത്തൊന്നും എടുത്തായിരുന്നോ? അത് ഞാൻ ഈ വട്ടം എടുക്കണമെന്ന് വിചാരിച്ച. അനിയനാണെങ്കിൽ പോലീസ് സെലക്ഷൻ വന്ന് നടക്കുക. അധിക ചിലവ് കുറെ കയറി വന്ന്, അതുകൊണ്ട് അടുത്ത വട്ടെങ്കിലും എടുക്കണം. പിള്ളേരാണെങ്കിൽ ഇങ്ങനെ വേണം. കുഞ്ഞുനാൾ മുതലേ ഗൾഫിൽ പോയി കിടന്ന് വീട്ടുകാർക്ക് വേണ്ടി കഷ്ടപ്പെടുവല്ലേ. എടാ കരോൾ എങ്ങനെ ഉണ്ടായിരുന്നടാ? പരോള് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. പരോളോ? പരോളല്ല, കരോള്. കരോള് കഴിഞ്ഞിട്ട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ നാളെ തൊട്ട് കരോളിന് നീ വരണം കേട്ടോ. നോക്കട്ടെ, കടയിലെ കച്ചവടം കഴിഞ്ഞിട്ട് വരാം. ചേട്ടോ ഒരു സ്റ്റാർ വേണേ. അയ്യോ അതല്ല, ചെറുത് മതി, പുൽക്കൂട്ടി വെക്കാനാ. ചെറുത് മതിയില്ലയോ? എടാ പിന്നെ വേറെ എന്തെങ്കിലും വെക്കാൻ വേണോടാ? ചേട്ടാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പുൽക്കൂണ്ട സെറ്റ് അങ്ങ് മേടിച്ചായിരുന്നു. അതിനകത്തൊരു സ്റ്റാർ കുറവുണ്ട്, അതാ ഇവിടെ പറഞ്ഞു. എടാ നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ചെറുപ്പത്തിൽ പുല്ല് വെട്ടി സ്റ്റാറൊക്കെ ഇട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി? ഓർക്കുന്നുണ്ടോ? ഇന്നൊരു കാര്യം, നമ്മുടെ പുൽക്കൂട് സെറ്റ് ആയിട്ടില്ല. എന്തോ ഇപ്പം എങ്ങനെ കാര്യം എങ്ങനെ? ഞാൻ പ്രസാദം വീട്ടിലുണ്ടോ നോക്കട്ടെ. പുള്ളിയുടെ തോട്ടത്തിലെ കുറെ ചീനിക്കമ്പുണ്ട്, നമുക്കത് പറിക്കാം. വെട്ടിക്കൊണ്ടിരിക്കുവാ. എന്നാ വേഗം ചെന്ന് പറിച്ചോട്. അറിയാലോ, ഇന്ന് ഉണക്കായിട്ടില്ലെങ്കിൽ നാളത്തേക്ക് ഉണങ്ങത്തില്ല. പെട്ടെന്ന് ചീനിക്കമ്പ് കിട്ടിയില്ലയോ? ഓ എടുക്കാൻ പോയപ്പോ ആ പ്രസാദം എന്നെ ഓടിച്ചതാ. അങ്ങനെ പോട്ടെ, ഇതിപ്പോ കുറുകെ വെക്കാനായിട്ട് എടുക്കുക. എടാ എല്ലാം പോട്ടെ, കാര്യം സെറ്റ് ആയിട്ടില്ല. എന്തോ സെറ്റാവും നീ? എടാ യേശു ഇല്ലടാ, എന്തോ ഈ വെക്കാൻ. ആ എടാ നീ ഒരു കാര്യം ചെയ്യാ, ശിവണ്ണുണ്ടല്ലോ, ശിവണ്ണന്റെ അടുത്തല്ലേ, ശിവണ്ണ മണ്ണിനകത്ത് യേശുവിനെ ഉണ്ടാക്കി തരും. മതി ആലോചിച്ചത്, സാധനം തരാൻ പറ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ക്രിസ്മസ് എന്തിനാന്ന് പോലും അറിയത്തില്ല. അതൊക്കെ ഞാൻ കറിയാൻ കേട്ടോ, യേശുവിനെ കുരിശ് ചറച്ചല്ലയോ. സാധനം താ ചേട്ടാ. എന്നാ മോനെ സ്റ്റാർ 25 രൂപ കേട്ടോ. ചേട്ടാ സ്റ്റാറിന് പൈസ അച്ഛൻ തരും കേട്ടോ. ആ ശരി ശരി. എടാ അവന്റെ അച്ഛനല്ലേ 10 വർഷം മുമ്പ് മരിച്ചത്. വൈകിട്ടേ കല്ലറ ചെന്നാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. കിട്ടുമായിരിക്കില്ലേ? എടാ മോനെ, നിനക്ക് ഗൾഫിലും ജോലി, നാട്ടിൽ വന്നാലും ജോലി. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. എടാ എന്തായാലും നീ ബ്രെഡും മഞ്ഞും ഒക്കെ ഉണ്ടാക്കൂലേ, ക്രിസ്മസ് അല്ലേ വരുന്നത്, ഇച്ചിരി കേക്കും കൂടെ ഉണ്ടാക്കടാ. പ്ലമ്മാണോ? എടാ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി. നീ വല്ല ക്യാരറ്റോ ബീട്രൂട്ടോ വല്ല ചക്കയോ അതൊക്കെ ഉണ്ടാക്ക്. എടാ മോനെ, അത് നല്ലൊരു ഐഡിയ കേട്ടോ. നിനക്ക് ക്രിസ്മസ് ആയിട്ട് നല്ല കച്ചവടം പിടിക്കാം. അല്ല അത് ആരെങ്കിലും വാങ്ങൂ? മോനെ, ആരും വാങ്ങിയില്ലേലും ഞാൻ വാങ്ങും. ജംഗ്ഷനിലുള്ള കടയിലെല്ലാം ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ കടക്കാരെല്ലാം വാങ്ങിക്കുമെന്ന് അറിയാലോ. കണ്ടോ ബിസിനസ് വരുന്നത് കണ്ടോ. ഓ സാന്റാ സാന്റാ എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നില്ല നീ സാന്റാ, പൊന്നു സാന്റാ. അവിടെ ഇവിടെ ഡാൻസ് കളിച്ച്, അവിടെ ഇവിടെ ഡാൻസ് കളിച്ച് എന്റെ വീട്ടിൽ വന്നില്ല നീ സാന്റാ, പൊന്നു സാന്റാ. ഒക്കെ പ്രതീക്ഷകളായിരുന്നു. ഇറച്ചി, പൊറോട്ട, ചിക്കൻ ഫ്രൈ, മലക്കയുടെ മൂട്, തേങ്ങാക്കോല. ഇനി ഇതിന്റെയൊക്കെ വാടക ആര് കൊടുക്കൂടാ? ആരാടാ ഇത്? എടാ ഇത് നമ്മുടെ അഖിൽ പ്രസാദാടാ. എന്താ പറ്റിയടാ? എന്താ പറ്റി? ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ ഇവിടുന്ന് തല്ലി താഴെ ഇട്ട, എന്നിട്ട് ക്രിസ്മസ് അപ്പൂന്റെ ഡ്രസ്സ് ഇട്ടോണ്ട് പോയടാ. അപ്പൊ നമ്മുടെ കൂടെ വന്ന ക്രിസ്മസ് പപ്പ ആരാ? സോറി മുക്കിലടി കിട്ടിയോ? എടാ ഞങ്ങള് ലാസ്റ്റ് അറിഞ്ഞ നീ അല്ല സാന്റേന്ന്. എന്റെ മൂക്ക് ഇടിച്ച് വരുന്നത്. ഞാൻ കച്ചവടം ചെയ്തോണ്ടിരിക്കല്ലേടാ, നീ അല്ലേടാ എന്നെ വിളിച്ചോണ്ട് പോയെ. ആരായാലും നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ പോയ വീട്ടിലൊക്കെ കവർച്ചയാണെന്നുണ്ട്. മനസ്സിലാക്കണം മറ്റേ. ഓ അപ്പൊ നമ്മുടെ കൂടെ സാന്റയായിട്ട് വന്ന ആരോ ആണ്. പിന്നെ വണ്ടി നിറയെ കേക്ക് കൊടുത്തിട്ടുണ്ട്.
ഇറക്കട്ടെ. ഒരു ഞാൻ പോയിട്ട് കരോളിന് പൈസ പോലും തന്നില്ല തെണ്ടി. എന്തോടെ തെണ്ടിയോ? എടാ തെണ്ടിയല്ല, തെന്നി വീരല്ലേന്ന് പറഞ്ഞാടാ. അവിടെ വെള്ളം കിടപ്പുണ്ട്, സൂക്ഷിച്ചു പോടാ പട്ടി. ആടെ ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം പള്ളിയിലായിരുന്നു. അതിൽ ഇന്ന് രാവിലെ പൈസ മേടിക്കാൻ വരാൻ താമസിച്ചേ. എടാ പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. കേക്ക് ഒരു ഡാമേജ് ആയോ? അത് കുഴപ്പമില്ല, നമുക്ക് ഇട്ടെടുക്കാം, കുഴപ്പമൊന്നുമില്ല. എടാ അത് പിന്നെ കേക്കൊന്നും വിറ്റുപോയില്ലടാ. വിറ്റുപോയില്ലയോ? ചുമ്മാ ഇവിടെ മാത്രമല്ല, എല്ലാ കടയിലും ഇത് തന്നെ അവസ്ഥ. നിന്റെ ഒരു കേക്ക് പോലും വിറ്റുപോയിട്ടില്ല. ഞാൻ പലർക്കും കൊടുക്കാൻ നോക്കി, അവർക്കെല്ലാം വേറെ കമ്പനിയാണ് ഇഷ്ടം. ഹലോ ആട്ടാ, വിറ്റില്ലേ കുഴപ്പമില്ല, ഞാൻ റിട്ടേൺ എടുത്തോളാം. കുഴപ്പമില്ല, റിട്ടേൺ എടുത്തോളാം. ഞാൻ ഇനി അമ്മയോടും പെണ്ണോടും എന്തോ പറയണം? എടാ അനിയന് നമ്മുടെ നാട്ടിലാ പോസ്റ്റിംഗ് അയക്കുന്നേ. രാഘവൻ ചേട്ടൻ്റെ ഇടയിൽ നിന്ന് പലിശക്ക് കടം മേടിച്ചാ യൂണിഫോം തയ്ച്ചേ. ഞാനിനി അതൊക്കെ എങ്ങനെ കൊടുക്കും? കൃഷ്ണേട്ടാ. ഉണ്ണി, മോനെ ഞാനിവിടെ പ്രോത്സാഹിപ്പിച്ചല്ലയോ കേക്കൊക്കെ മേടിച്ചത്. കേക്കൊക്കെ ഇങ്ങത്താ. എന്നിട്ട് ഞാൻ നാളെ പാലക്കാട് വഴി തമിഴ്നാട്ടിൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എൻ്റെ ഒരു കൂട്ടുകാരനെ കോയമ്പത്തൂരുണ്ട്. പോകുന്ന വഴിക്ക് പാലക്കാട് ബോർഡർ കടത്തി ആ കേക്ക് അവൻ്റെ അടുത്ത് കൊടുത്തേക്കാവോ? അതിനെന്താ, ഇവിടുന്ന് എൻ്റെ 2-3 ലോറി അല്ലയോ പോന്നെ, ഞാൻ കൊണ്ടുപോക്കണം. കൃഷ്ണേട്ടാ. എടാ ഇത് ഇവന്മാരെവിടെ പോയി കിടക്കുവാടാ? ചുമ്മാ അല്ല അവർ തന്നെ മഫ്തിക്കാൻ കൊണ്ടുവരാത്തത്. ഒരു മിനിറ്റ്. ആ ഇത്രയും നാള് നിങ്ങൾ ജയിലിൽ കിടന്നിട്ട് ദുബായിലാന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നില്ലയോ? എന്റെ ചേട്ടന് മറ്റൊരു പേരുണ്ടായിരുന്നല്ലേ, വാളയാർ പരമശിവം. ഇത് വാളയാറിൻ ദൂരം എന്റെ നല്ല മഞ്ചൾ പോട്ടും. ആ വണ്ടി പരിശോധിക്ക് പോയി. ഏത് വണ്ടി? ആ വണ്ടി. ആ വണ്ടി തന്നെ സാറേ കേക്ക്. ഇത്രയും നാളെ ഞാൻ ചേട്ടനായണ്ടേ അനുസരിച്ച് ഇനിയും ഞാൻ കേൾക്കത്തില്ല. സാറേ കേക്ക്. ഞാനാ മേലുദ്യോഗസ്ഥൻ. നീ പറയുന്ന കാര്യം ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. എടാ മൊണ്ണ, ഇതിനകത്ത് പ്ലം കേക്ക് ഇരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞേ. അത് പറയുന്ന അവരെ സ്പിരിറ്റ് കണ്ടോ സാറേ? സാറേ സ്പിരിറ്റ്. ഓഹോ, അപ്പൊ ഇവൻ പറയുന്നത് നിനക്ക് കേൾക്കാം അല്ലേ? മേലുദ്യോഗസ്ഥനായ ഞാൻ പറയുന്നത് മാത്രം നിനക്ക് കേൾക്കാൻ വയ്യല്ലേ? എന്റെ പൊന്ന് സാറേ, പ്ലം കേക്കിനകത്ത് സ്പിരിറ്റ് കൊണ്ടുവന്ന്. നീ പ്ലം കേക്കിട്ടാന്ന് സ്പിരിറ്റ് കൊണ്ടുവല്ലോടാ? സാറേ തിന്നാണ്ട് വണ്ടി സ്പിരിറ്റ് എടുക്കുന്നത് എന്റെ മേക്കിട്ട് കാണാൻ കയറിയുണ്ടല്ലോ. ചിന്നാടന്റെ വണ്ടിയോ? ഞാൻ പ്ലം കേക്ക് സ്പിരിറ്റ് കടത്തിയ വണ്ടി ഇപ്പൊ വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് ഇനിയിപ്പോ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടത്തില്ല. കൃഷ്ണന്റെ വണ്ടിക്കകത്ത സ്പിരിറ്റ് കടത്തേക്കുന്നത്. എവിടെ ഇത്ര നേരം? പിള്ളേരെന്നെ സംശയിച്ചില്ലടോ. എടാ നീ അപ്പൊ കരോളിനല്ല പരോളിന് വന്നല്ലേ? പിന്നെ കരോളിന്റെ ഇടയ്ക്ക് നിന്നെ കെട്ടിയിട്ട് ആരാന്ന് എന്റെ വിചാരം? അതുവഴി എത്ര വീട്ടിൽ നിന്നാ പൈസ കവർന്നേന്ന് അറിയോ? അറിയിട്ട് കാര്യമില്ല, ഒന്നും തെളിവില്ല. നീ എന്തിനാ എന്റെ റൺവേ കയറി കളിച്ച്? അതുകൊണ്ടല്ലേ നിന്റെ റൺവേ കയറി ഞാൻ കളിച്ചേ. നാട്ടുകാരെ നിങ്ങളിത് കേൾക്കണം. ഞാൻ കുഞ്ഞുനാള് മുതൽ കഷ്ടപ്പെട്ട് സ്പിരിറ്റ് കടത്തി ഉണ്ടാക്കിയ പൈസയുടെ തടി അതാണ്ട് ഈ നിൽക്കുന്നത്. ചേട്ടാ, ഈ മുണ്ട്, ഉടുപ്പ്, തോർത്ത്, മൊബൈല്, ചെരുപ്പ് ഇതെല്ലാം എന്റെ സ്പിരിറ്റിന്റെ കാശാ. ഇവന്റെ വണ്ണാക്കിയിരിക്കുന്നാണ്ട് ഇതുണ്ടോ പഴങ്ങിന കൊന്ത, ഇതുപോലെ ഞാൻ സ്പിരിറ്റ് കടത്തി ഉണ്ടാക്കിയത് അറിയാവോ? ഇത് തിന്നിട്ട് ഇവന്റെ എല്ലിന്റെ ഇടയ്ക്ക് കയറിട്ടില്ല ഈ നാണമില്ലാത്ത എന്നെ പിടിക്കാൻ വേണ്ടി വന്നത്. ചേട്ടാ വീട്ടിലെ ഓർലിക്സ് തീർന്നായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് അവിടെ കയറിയിട്ട് സ്പിരിറ്റ് ഉണ്ടല്ലോ, ആ ബോർഡർ ഒന്ന് കഴിയണം, പൈസ ഇട്ടുണ്ടാക്കി എന്നിട്ട് വേണം മേടിച്ചു തരാൻ. തന്നെ ഒരു ദിവസം ഞാൻ പൂട്ടും കേട്ടാ. തെളിവില്ലാതെ നീ എന്തോ ഉണ്ടാക്കാനാ? ആണോ? ആ ചുണ്ടിനിടയിൽ എന്തോ ഇരിക്കുന്നത്? തണുപ്പ്. തണുപ്പോ? കൂള് പോക്കറ്റിലുണ്ടില്ലയോ? ഇപ്പൊ തെളിവായല്ലോ. വേണ്ടൊരു തെളിവ്, വേണ്ടൊരു തെളിവ്. സ്കൂളിൽ പഠിച്ചു തരാം. നിയമത്തിന്റെ വഴിക്ക്